കൊച്ചിൻ കാർണിവലിൽ ഗവർണറും തൊപ്പിയും എന്ന നാടകം നിരോധിച്ച ആർഡിഒ ഉത്തരവിനെ ന്യായീകരിച്ച് CPIM MLA KJ മാക്സി അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കാനാണ് ശ്രമിച്ചത് എന്നാണ് വിശദീകരണം. ഉത്തരവിനെതിരെ കോടതിയെ സമീപിക്കാനാണ് നാടക സമിതിയുടെ തീരുമാനം. വെളി ഗ്രൗണ്ടിലെ പാപ്പാഞ്ഞിയെ കത്തിക്കുന്നതിലും അനിശ്ചിതത്വം തുടരുകയാണ്. BJP മണ്ഡലം കമ്മിറ്റി നൽകിയ പരാതിയിലാണ് ഗവർണറും തൊപ്പിയും എന്ന നാടകം ഫോർട്ട് കൊച്ചി ആർഡിഒ കെ മീര വിലക്കിയത്. ഉത്തരവ് ഏകപക്ഷീയമെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും നാടകത്തിന്റെ ഭാരവാഹികൾ. നമ്മൾ അതിൻ്റെ സാധ്യതകൾ നോക്കിയിട്ട് നമ്മൾ നിയമ നടപടി സ്വീകരിക്കും. ഇത് എത്ര നാൾ നിൽക്കുന്ന ഒരു ഓർഡറാണെന്ന് പോലും അറിയില്ല. ഓർഡറിൻ്റെ സാധ്യത തന്നെ വളരെ കുറവാണ്. അപ്പോൾ അത് കോഷ് ചെയ്യാനായിട്ട് കോടതി തുറക്കുന്ന മുറയ്ക്ക് നമ്മൾ അത് അത് ഒഴിവാക്കുകയും നമ്മൾ വീണ്ടും ഈ നാടകം അതേ വേദിയിൽ കളിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുകയും ചെയ്യും. വിവാദങ്ങൾ ഒഴിവാക്കാൻ നാടകം നിരോധിച്ചെന്നായിരുന്നു കൊച്ചി MLA KJ മാക്സിയുടെ പ്രതികരണം. ഇവർ കളിക്കുന്ന സംഘടന ചോദിച്ചപ്പോൾ അത് ജപ്പാൻ കഥയാണത്. ആ പേര് ഗവർണർ തൊപ്പി എന്നാണ്. പിന്നെ ഈ സമയത്തൊക്കെ ഒരു വിവാദങ്ങൾ ഉണ്ടാക്കേണ്ടതാണ് അവരത് മാറിയത്. അവർ സ്വയം മാറിയത് സംഘടന. അത് ആദ്യം അങ്ങനെ പറഞ്ഞതിന് കാരണമുണ്ട്. കാരണം വലിയൊരു സംഭവം നടക്കുമ്പോൾ ഒരു വിവാദങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല ഇവിടെ. അതുകൊണ്ട് മാത്രം വെളി ഗ്രൗണ്ടിലെ പാപ്പാഞ്ഞിയെ നീക്കണമെന്ന ഉത്തരവിനെതിരെ ഭരണ പ്രതിപക്ഷ കൗൺസിലർമാരും രംഗത്തെത്തി. കൊച്ചിയുടെ പല സ്ഥലങ്ങളിലും ഇത്തരം പപ്പാഞ്ഞങ്ങൾ ചെറുതും വലുതുമായിട്ട് ഇവിടെ കത്തിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഒരു പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങൾ മുടക്കാന്ന് വെച്ചാൽ ശരിയല്ല എന്നുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും അതിൻ്റെ ആഘോഷങ്ങൾ നടക്കണം. അൺഎക്സ്പെക്റ്റഡുള്ള മൂവ്മെൻ്റാണിത്. കൊണ്ടുവന്ന് 48 മണിക്കൂർ ബാക്കി നിൽക്കി കൊണ്ടുവന്ന് തരികയാണ്. എന്തുകൊണ്ട് പുള്ളിക്കാരത്തി അങ്ങനെ ചെയ്തതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. സുരക്ഷാ പ്രശ്നങ്ങളുള്ളതിനാൽ വെളി ഗ്രൗണ്ടിലെ പാപ്പാഞ്ഞിയെ കത്തിക്കാനാവില്ലെന്നാണ് പോലീസ് റിപ്പോർട്ട്. വിവാദങ്ങൾക്കിടയിൽ പുതുവർഷ രാവിൽ പരേഡ് ഗ്രൗണ്ടിൽ കത്തിക്കാനുള്ള പാപ്പാഞ്ഞിയുടെ നിർമ്മാണം പൂർത്തിയായി. 24 കൊച്ചി. പുതുവത്സരാഘോഷങ്ങൾക്ക് സുരക്ഷയൊരുക്കാൻ കർശന നടപടികളുമായി പോലീസ്. ഫോർട്ട് കൊച്ചിയിൽ 1000-ലേറെ പോലീസുകാർ നിയോഗിക്കുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ A. അക്ബർ പറഞ്ഞു. നാളെ വൈകിട്ട് 3 മണി മുതൽ ഫോർട്ട് കൊച്ചിയിലേക്ക് ഗതാഗതം അനുവദിക്കില്ല. ലഹരി പരിശോധന വ്യാപകമാക്കുമെന്നും A. അക്ബർ പറഞ്ഞു. മാനവീയം വീഥിയിൽ സുരക്ഷ ശക്തമാക്കുമെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ CH നാഗരാജുവും അറിയിച്ചു. ബീച്ചുകളിലും ഹോട്ടലുകളിലും 12 മണിക്ക് ശേഷം ആഘോഷം അനുവദിക്കില്ല. 13 DYSPമാർ, 25 ഇൻസ്പെക്ടർമാർ, 60 SIമാർ ഉൾപ്പെടെ 1000-ൽ പരം പോലീസുകാരെ ഫോർട്ട് കൊച്ചിയിലെ ന്യൂ ഇയർ ആഘോഷങ്ങൾക്ക് മാത്രമായിട്ട് വിനിയോഗിക്കുന്നുണ്ട്. അതുകൂടാതെ സിറ്റിയിലെ മറ്റ് ഭാഗങ്ങളിലും ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട് പല ആഘോഷങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം 2000-ഓളം പോലീസുകാരെ സിറ്റിയിൽ മാത്രം കൊച്ചി സിറ്റിയുടെ കീഴിൽ ഇതുമായി ബന്ധപ്പെട്ട് ഡ്യൂട്ടിക്കായിട്ട് നമ്മൾ വിനിയോഗിക്കുന്നുണ്ട്. 12 മണിക്ക് ഇനി നമുക്ക് ബീച്ച് ഭാഗത്തൊക്കെ എൻട്രി കൊടുക്കില്ല. അത് എല്ലാ വർഷവും ചെയ്യുന്നതാണ്. ബാരിക്കേഡ് ചെയ്തിട്ട് ഓൺലി എക്സിറ്റ് മാത്രമേ നമ്മൾ അനുവദിക്കാറുണ്ട്. എൻട്രി ഇനി നമ്മൾ 12 മണി കഴിഞ്ഞിട്ട് ബീച്ചിലോട്ട് അനുവദിക്കില്ല, ഏത് ബീച്ചാണെങ്കിലും. പിന്നെ ഹോട്ടൽസിലെ DJ പാർട്ടീസ് ആണെങ്കിൽ 12:30 വരെ എല്ലാ കാര്യങ്ങളും അവർ തീർക്കണം എന്നുള്ള ഒരു നിർദ്ദേശം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് 12 ആണെങ്കിൽ ഒരു 12:40 ആവും. പക്ഷേ ആ സമയം വരെ എല്ലാ കാര്യങ്ങളും അവർ പുറത്തേക്ക് അയക്കണം. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് അജീഷ് ജയകുമാറും തിരുവനന്തപുരം മാനവീയം വീഥിയിൽ നിന്ന് ഹരികൃഷ്ണനും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം അജീഷ് ജയകുമാറിലേക്ക്. അജീഷ്, ഈ വെളി ഗ്രൗണ്ടിൽ പപ്പാഞ്ഞിയെ കത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള അനിശ്ചിതത്വം അത് തുടരുകയാണ്. അതിപ്പോൾ ഏത് ഘട്ടത്തിലാണുള്ളത്? ഇന്ന് പുറത്തു വന്ന പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത് എന്താണ്? ഒപ്പം തന്നെ കൊച്ചിയിലെ ആഘോഷം അത് പ്രധാനപ്പെട്ടതാണ്, കളർഫുൾ ആഘോഷമാണ്. അതിൽ പോലീസ് ചില ജാഗ്രതാ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ലഹരിയുടെ ഉപയോഗം തടയാനുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ട്. ക്രമീകരണങ്ങളൊക്കെ ഏത് തരത്തിലാണ് ആലോചിക്കുന്നത് അജീഷ്? റീജിത്ത്, ഈ കഴിഞ്ഞ വർഷം ഫോർട്ട് കൊച്ചി കാർണിവലിൽ നിന്ന് ആളുകൾ തിക്കിത്തിരക്കി 100-ലധികം ആളുകൾക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായ പശ്ചാത്തലത്തിലും കഴിഞ്ഞ മാസം കുസാറ്റിലെ ഒരു ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലും ഫോർട്ട് കൊച്ചിയിൽ പൂർണ്ണമായും പോലീസ് സുരക്ഷയിലായിരിക്കും ഇത്തവണത്തെ കാർണിവൽ പുതുവത്സര ആഘോഷങ്ങൾ നടത്തുക. ഇതിനായി അക്ബർ പറഞ്ഞതുപോലെ, സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞതുപോലെ 13 DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാരും 25 ഇൻസ്പെക്ടർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാരും അതിനുമേലെ SIമാരും 1000-ലധികം പോലീസ് കോൺസ്റ്റബിളും ഇവരുടെ വലയത്തിലായിരിക്കും ഈ ഫോർട്ട് കൊച്ചി പരിസരം നാളെയും മറ്റന്നാളും ഉണ്ടാവുക. ഇതിനായി പ്രധാനപ്പെട്ട ക്രമീകരണങ്ങൾ ഒരുക്കി. കാരണം വനിതകൾ ഒരുപാട് എത്തുന്ന സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് വനിതകൾക്കുടെ സുരക്ഷയ്ക്കായിട്ട് പ്രത്യേകം മഫ്തിയിൽ വനിതാ പോലീസ് ഉണ്ടാകും. കൂടാതെ 100-ലധികം സുരക്ഷാ ക്യാമറകളും ഉണ്ടാകും. പ്രധാനമായും ഈ കാർണിവലിൻ്റെ പാപ്പാഞ്ഞിയെ കത്തിക്കുന്നത് പരേഡ് ഗ്രൗണ്ടിലാണ്. ഈ പരേഡ് ഗ്രൗണ്ടിൽ കഴിഞ്ഞ വർഷം ആളുകൾ തിക്കിത്തിരക്കിയാണ് വലിയ ദുരന്ത സമാനമായ സാഹചര്യത്തിലേക്ക് കടന്നത്. പക്ഷേ ഇത്തവണ 40,000 പേരെ മാത്രമേ പരേഡ് ഗ്രൗണ്ടിലേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ. ബാക്കിയുള്ളവരുടെ മറ്റു സ്ഥലത്തിലേക്ക് മാറ്റാനുള്ള സംവിധാനമായിരിക്കും ചെയ്യുക. പരേഡ് ഗ്രൗണ്ടിൽ എല്ലാവരെയും ഒരുമിച്ച് കയറ്റുന്നതിന് പകരം പല തട്ടുകളായി വേർതിരിച്ച് വേലി കെട്ടി തിരിച്ചായിരിക്കും ആളുകളെ പ്രവേശിപ്പിക്കുക. കൂടാതെ തന്നെ പ്രവേശന കവാടം വലിയ കവാടങ്ങൾ ഒരുക്കി കൂടുതൽ ആളുകൾക്ക് വരുവാനും പോകുവാനും കൂടുതൽ ഗ്യാപ്പ് ഉണ്ടാക്കുന്ന തരത്തിലായിരിക്കും കവാടം ഒരുക്കുക. കൂടാതെ തന്നെ
ഈ പ്രവേശനം വൈകിട്ട് 3 മണി വരെ മാത്രമേ ഫോർട്ട് കൊച്ചിയിൽ പ്രവേശനം ഉണ്ടാകൂ. ഇത് രാവിലെ മുതൽ വൈകിട്ട് 3 മണി വരെ. എപ്പോഴായിരിക്കും 1 ലക്ഷത്തി 1.5 ലക്ഷത്തോളം ആളുകൾ പ്രവേശിപ്പിക്കുക. അപ്പോൾ തന്നെ അതായത് ഫോർട്ട് കൊച്ചി നിറയുന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ BOT പാലം അടക്കമുള്ള തൊപ്പുംപടി BOT പാലം അടക്കമുള്ള ഫോർട്ട് കൊച്ചിയിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ കവാടങ്ങളും അടയ്ക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ റോറോ സർവീസ് വൈകിട്ട് 4 മണി വരെ വാഹനങ്ങൾക്കും 7 മണി വരെ ആളുകൾക്കും പോകാൻ തരത്തിൽ വൈപ്പിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് റോറോ സർവീസും ഉണ്ടാകും. പിന്നീട് രാത്രി 12 മണിക്ക് ആഘോഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ റോറോ സർവീസും തുടങ്ങുകയുള്ളൂ. പൊതുഗതാഗത സംവിധാനവും പോലീസും സബ് കളക്ടർമാർക്കുമുള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ചേർന്നുള്ള ആലോചനയിൽ പൊതുഗതാഗതം ശക്തിപ്പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി കൊച്ചിൻ കോളേജിൽ പ്രത്യേക താൽക്കാലിക ബസ് സ്റ്റാൻഡ് തന്നെ പോലീസ് ഒരുക്കിയിട്ടുണ്ട്. ഇവിടുന്ന് രാത്രി 12 മണി മുതൽ KSRTC ബസ്സും സ്വകാര്യ ബസ്സുകളും ഇടതടവില്ലാതെ സർവീസ് നടത്തിക്കൊണ്ടിരിക്കും. ഒപ്പം തന്നെ ഈ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ആളുകൾ ഈ പിടിച്ചുപറി അല്ലെങ്കിൽ മോഷണം പോലുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് മഫ്തിയിലും പുരുഷ പോലീസിൻ്റെ സംവിധാനവും ഉണ്ടായിരിക്കും. അങ്ങനെ പഴുതടച്ച സുരക്ഷാ സംവിധാനങ്ങളാണ് കൊച്ചി സിറ്റി പോലീസിൻ്റെ നേതൃത്വത്തിൽ ഫോർട്ട് കൊച്ചിയിൽ ഒരുക്കിയിട്ടുള്ളത്. മാത്രമല്ല നാളെ രാവിലെ മുതൽ തന്നെ പശ്ചിമ കൊച്ചിയിലെ എല്ലാ മേഖലകളിലും പോലീസിൻ്റെ പരിശോധന ഉണ്ടാവും. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരെ കണ്ടെത്താനുള്ള പരിശോധന ഉണ്ടാവും. ഒപ്പം തന്നെ ഹോട്ടലുകളിലും ലഹരി പരിശോധന അടക്കം വ്യാപകമാക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തവണത്തെ ഫോർട്ട് കൊച്ചി കാർണിവൽ പോലീസിന്റെ കർശന നിയന്ത്രണത്തിലും അതേപോലെ സുരക്ഷാ മുന്നൊരുക്കങ്ങളുടെയും പശ്ചാത്തലത്തിലായിരിക്കും ഇത്തവണത്തെ ഫോർട്ട് കൊച്ചി കാർണിവൽ നടത്തുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ഒരു SOP തന്നെ പോലീസ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഫോർട്ട് കൊച്ചി കാർണിവലിന്റെ ഭാഗമായി ഇറക്കിയിട്ടുമുണ്ട്. രഞ്ജിത്ത്. ശരി, അജീഷ് ജയകുമാർ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. തിരുവനന്തപുരം മാനവീയം വീഥിയിൽ നിന്ന് ഹരികൃഷ്ണൻ കൂടി നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഹരികൃഷ്ണൻ, മാനവീയം വീഥിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ അനിഷ്ട സംഭവങ്ങൾ അത് നമുക്ക് മുമ്പിലുണ്ട്. ഈ പശ്ചാത്തലത്തിൽ മാനവീയം വീഥിയുടെ കാര്യത്തിൽ അല്പം കൂടി ജാഗ്രത പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നുണ്ട്. പരിശോധനകൾ, പോലീസ് പൊതുവായി നൽകുന്ന നിർദ്ദേശങ്ങൾ, ക്രമീകരണങ്ങൾ, ഒരുക്കങ്ങളൊക്കെ എങ്ങനെയാണ് ഹരികൃഷ്ണൻ? രജിത്ത്, മാനവീയ വീഥി മാത്രമല്ല തിരുവനന്തപുരം നഗരമാകെ ഇത്തരത്തിൽ ഈ പുതുവത്സരം ആഘോഷം വരവേൽക്കുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായ നിർദ്ദേശങ്ങളാണ് സിറ്റി പോലീസ് കമ്മീഷണർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. CH നാഗരാജു അദ്ദേഹം പറയുന്നത്, അതായത് ഏകദേശം 1500ഓളം പോലീസുകാരെ ഇത്തരത്തിൽ വിന്യസിക്കും എന്നുള്ളതാണ്. പുരുഷ വനിതാ പോലീസുകാരെ വിന്യസിക്കും. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ ആളുകൾ ഇറങ്ങുന്നത് ഈ പുതുവത്സര ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങുന്നവർ കണക്കാക്കുന്ന ഒരു പ്രധാനപ്പെട്ട നഗരത്തിന് തന്നെ തലസ്ഥാനത്തിന് തന്നെ പ്രധാനപ്പെട്ട ഒരു ഇടം എന്ന് പറയുന്നത് ഈ മാനവീയം വീതിയാണ്. ഈ മാനവീയം വീതിയിൽ ഏകദേശം 200ഓളം പോലീസുകാരെ വിന്യസിക്കുമെന്നൊരു കണക്ക് കൂടിയാണ് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, രാത്രി 7:30 മുതൽ തന്നെ ഇത്തരത്തിൽ കർശന നിയന്ത്രണങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. ബാരിക്കേഡുകൾ വെച്ച് മറയ്ക്കുന്നു. അതിൽ കൂടിയായിരിക്കും പിന്നീട് പ്രവേശനം ഉണ്ടാകുക. ആ പ്രവേശനം ഈ ഡിറ്റക്ടർ ഉൾപ്പെടെയുള്ള ഡ്രഗ് ഡിറ്റക്ടർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പരിശോധന നടത്തുന്നു. അതിനനുസരിച്ച് അതിനുശേഷം അത് വീഡിയോഗ്രാഫ് ചെയ്യുന്നു. അത്തരത്തിൽ കർശനമായ നിർദ്ദേശങ്ങളാണ്. രാത്രി 12 മണി വരെ മാത്രമേ അന്ന് എല്ലായിടത്തും ആഘോഷങ്ങൾ അനുവദിച്ചിട്ടുള്ളൂ. അത് പൊതുയിടങ്ങളിലെല്ലാം തന്നെ ബീച്ചുകളിൽ, ക്ലബ്ബുകളിൽ, ഹോട്ടലുകളിൽ. മാനവീയം നൈറ്റ് ലൈഫിന്റെ ഒരു ഇടം കൂടിയാണ്. ആ നൈറ്റ് ലൈഫ് പുതുവത്സരത്തിന്റെ അന്ന് 12 മണി വരെ മാത്രമേ ഇവിടെയും അനുവദിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. 12 മണിയോടുകൂടി തന്നെ എല്ലാ തരത്തിലുള്ള ആഘോഷങ്ങളും അവസാനിപ്പിക്കണം എന്നുള്ളതാണ്. അതിൽ കർശനമായ വാഹന നിയന്ത്രണം, അതേപോലെ തന്നെ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും, വാഹന പരിശോധനയുണ്ടാകും, മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരെ കണ്ടെത്താനുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടാകും എന്നുള്ളത് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഈ മാനവീയത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരത്തിൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഓണത്തിനും അതിനുശേഷവും ഒക്കെയും അത്തരത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. കൂട്ടയടി പോലെയുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ പ്രശ്നങ്ങൾ, പരിപാടികൾ കാണുന്നതിന് വിഘാതം സൃഷ്ടിക്കുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൂടി ക്രമീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഓരോ വ്യക്തിയെയും കൃത്യമായി പരിശോധിച്ചായിരിക്കും മാനവീയ വീതിയിലേക്ക് കടത്തിവിടുന്നു എന്നുള്ളതാണ്. മറ്റ് പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം തന്നെ ഈ തരത്തിൽ കർശന നിയന്ത്രണങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് പുതുവത്സര ആഘോഷത്തിന്റെ അന്ന് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ബീച്ചുകളിൽ ഈ പുതുവത്സര ആഘോഷം നടത്തുന്ന സംഘാടകർക്ക് കൃത്യമായ അതിന്റെ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഈ പാർട്ടികളൊക്കെ നടത്തുന്നതിന് കൃത്യമായി നേരത്തെ മുൻകൂട്ടി അനുമതി ഉള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അല്ല എങ്കിൽ അത് അനുവദനീയമല്ല എന്ന തരത്തിലുള്ള കാര്യങ്ങളും അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. ആ തരത്തിൽ കർശനമായ നിർദ്ദേശങ്ങൾ, നിയന്ത്രണങ്ങളിലൂടെയാണ് പുതുവത്സരത്തെ വരവേൽക്കാൻ ഈ തിരുവനന്തപുരം നഗരം തലസ്ഥാന പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തുടനീളം കർശനമായ പരിശോധന, ജാഗ്രത പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. അതുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങളും ഉണ്ടാകും. ഹരികൃഷ്ണനും ഒപ്പം തന്നെ അജീഷ് ജയകുമാറും വിവരങ്ങൾ നൽകുകയായിരുന്നു.